നമ്മൾ ഉൾക്കാട്ട് കൂടെ നടന്നു പോകണം. നമ്മൾ എത്തി കാണിച്ചും പറഞ്ഞാൽ കാണിച്ചും, പക്ഷെ അത്ര കയറ്റം കയറി വന്നാലും ഇത്ര അടിപൊളി വിഷ്വലും കാണാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കണ ബാക്കിൽ കാട കണ്ടിട്ട് എന്താണ് എഴുതേണ്ട, മലപ്പുറത്തിൻ്റെ ഒരേ ഒരു ആമസോൺ വ്യൂ പോയിൻ്റ് എന്ന് അറിയപ്പെടുന്ന പതായി എടവണ്ണ ചാത്തല്ലൂരല്ലേ പേര്, ചാത്തല്ലൂരാണ് സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ കുറേ കണ്ട് കയറി വന്നു. അപ്പോൾ കുഴങ്ങിയപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാറൊക്കെ അടിയിലൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുവരെ കോൺക്രീറ്റ് ചെയ്ത റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ബൈക്കും കൊണ്ടുവരാം. ബൈക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ കൂടി കൊണ്ടുപോട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം ഏരിയകളൊക്കെ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരോട് ആദ്യമായിട്ട് പറയാനുള്ളത് തന്നെ സബ്സ്ക്രൈബ് ചെയ്താണ്ട് ഒപ്പം കൂടുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ നിൽക്കുക. അല്ലാത്ത ആൾക്കാർ വരാതെ ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളിവിടെ നിന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതാ ഏകദേശം ഒരു വ്യൂ പോയിന്റിൽ തന്നെയാണ്. ഇതാ കുറേ അങ്ങോട്ട് നോക്കിയാൽ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇതാ നമ്മളെ യൂസുഫ് അലി. അതുപോലെ ഒരായി പറഞ്ഞോളൂ. ഹായ് ഒന്നും പറയാനില്ല വൈകിക്കട്. ഞങ്ങൾ ബൈക്ക് കുറച്ച് ഇവിടെ എത്തിയിട്ട് തന്നെ ഉള്ളൂ. പക്ഷെ അതാണ് റോഡ് നമ്മൾ കാണിച്ചു തരാം. ഇതിലൊക്കെ കൊണ്ടൊക്കെ ചെയ്യാം, പക്ഷെ ഞങ്ങൾ റിസ്ക് എടുത്തില്ല. അതെ, ഇപ്പം ഞങ്ങൾ പാറമ്മക്ക് കയറിയില്ല. ഇവിടുന്ന് വലിയ പാറ നമ്മളവിടെ ഉണ്ട് അല്ലേ. പാറമ്മന്ന് ഇറങ്ങട്ടെ. ഞങ്ങൾ കയറി വന്നപ്പോൾ അവിടെയൊക്കെ ഉർത്തുന്നു. ഇതാ റോഡ്, പിന്നെ കോൺക്രീറ്റ് റോഡ് കടന്ന് കഴിഞ്ഞു. കടന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മണ്ണിട്ട റോഡാണ്. പക്ഷെ ഇതിലൊക്കെ ബൈക്കൊക്കെ കൊണ്ടുവരാം, പക്ഷെ അവിടെ കുറച്ച് റിസ്ക്കാണ്. പക്ഷെ ജീപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ കൂടെ. ഇനി അവിടെ എന്തൊക്കെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ പോയി നോക്കട്ടെ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോഴേ ഇനി ആരും ചായയും ഇതൊന്നും വാങ്ങിക്കൊടുന്ന് കുഴങ്ങി നിൽക്കണ്ട, പേടിച്ചണ്ട. അവിടെ കാണുന്നുണ്ട് ഗുൾബാർ ടീ ഷോപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ തന്നെ കയറാം. അപ്പോൾ നമുക്ക് വീണ്ടും നടന്ന് പോകാണ്ടോ. ട്രക്കിങ് പറ്റിയ ഏരിയ. ഇനിയിപ്പോൾ ജീപ്പുകൾ ഇതിൽ പോകുന്നുണ്ട്. ഇതിൽ ട്രക്കിങ്ങിൻ്റെതാണോ എന്താണെന്നോ അറിയില്ല. ഏതായാലും നമുക്ക് മേലെത്തിയിട്ട് ചോദിച്ചേക്കാം. ഇപ്പം സമയം എത്ര സമയം? 6:45 6:30 ആളായി സമയം. അപ്പോൾ ഈ സമയത്തുള്ള വ്യൂ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഗുൾബാറും ബേക്കറി ചായപ്പട ഒക്കെ എത്തിയില്ലേ. എന്നാൽ പോരി നടക്കാം. ഇനി നടത്താണ്, ഇനി റോഡില്ല. ഇവിടെ റബ്ബർ മെഷീനൊക്കെ ഉണ്ട് ഇല്ലേ, റബ്ബർ മെഷീനൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഉൾക്കാട്ട് കൂടെ നടന്നു പോകണം. അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാട് കൂടെയാണ് പോണ യാത്ര ഫുള്ളില്ലേ. വെറുതെ അല്ല, എല്ലാവരും വടിയൊക്കെ കൊണ്ട് നടന്ന്. ഒരു വടി എടുത്തതോ അത് അൽക്കൊക്കെ എത്തണമെന്നാ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറഞ്ഞവിടെ ഇഷ്ടമായിന്ന്. ഞങ്ങൾ നേരം നോക്കി. അപ്പോൾ ഏതായാലും രാവിലത്തെ വീഡിയോ ഒക്കെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ. എല്ലാവരും ഇവിടെ ഉണ്ട്, കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. രാവിലത്തെ വീഡിയോ നമ്മൾ രാത്രികത്തെ ആയിക്കോട്ടെ, രാത്രികത്തെ കാഴ്ച കൊയ്യോ ഏതാ ഒഴിവാക്കുന്നുണ്ട്. കവറുകൾ ഒക്കെ വരുന്നവര് കവർ അവിടെയും ഇവിടെ ഇടാതെ ചിക്ക. ഗായ്സ് പകുതി കയറിക്കണ് കൂരിട്ടിൽ 2 പേർ ആൾക്കാർ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ തേങ്ങയാണോ ചക്കയാണോ ഈ നേരത്തല്ല ഇവിടെ എത്തിയത്. പോയി നോക്കുക. പക്ഷെ നമ്മള് രാത്രിക്കത്തെ വീഡിയോ എടുക്കാൻ വന്നേ രാത്രി. പക്ഷെ ഈ സമയത്തൊന്നും ഫാമിലി ഒന്നും വേണ്ട, കാരണം ഫാമിലി ഇങ്ങോട്ട് കയറി വന്നിടല്ലോ അല്ലേ. കാരണം ഒന്നുമില്ല കേട്ടോ, നേരമുള്ളവർക്ക് വരാം. അതിനെന്താ ഈ ചുറ്റുഭാഗത്തും ഇങ്ങനെ കാടാണ്. എല്ലാവരും എന്താ വെച്ചാൽ ഇതിലെ കാണുന്ന മേലത്തെ വന്ന് കാണുള്ള വിസലുകളൊക്കെ കണ്ട് വരുന്നതാണ്. നമ്മളെന്താ വെച്ചാൽ തുടക്കത്തുനിന്നേ ഉള്ളത് കാണിച്ചു തരും അല്ലേ. നമ്മളെ വീഡിയോ തന്നെ കയറാം, തുടക്കത്തുനിന്നേ ഉള്ളത് കാണിച്ചു തരും, എല്ലാ ഇതും കാണിച്ചു തരും. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ കാണുന്ന വഴി മാത്രമേ ഉള്ളൂ. കുഴങ്ങുമ്പോൾ പിടിച്ചുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ നടക്കുക, ജന്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ കണ്ടറിഞ്ഞ് വരിക, തരണം ചെയ്യുക. ബാക്കിയൊക്കെ നിങ്ങളെ കഴിവ്. ഇതിങ്ങനെ കാണിച്ചാൽ ഈ സമയത്ത് ഇങ്ങനെ കാണിച്ചാൽ ഞങ്ങളെ കഴിവ്. പക്ഷേ എന്തൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോയെന്ന് അറിയാം. അത് ജന്തുക്കൾ കണ്ടോ, പ്രാണികൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് വരുന്നുണ്ടോ. ഞാൻ പോവാ
ഞാൻ നടന്നുകൂടെ എന്നാല് ഇമ്മനെ പൊട്ട നീ പോണോ അത് കൊയങ്ങി അങ്ങോട്ട് പോയപ്പോ അല്ല കൊയങ്ങി കാണാണ്ടോ നിങ്ങളെ അഭിപ്രായം പറഞ്ഞാണേ സാറാണ് വരാനുള്ള ബുദ്ധിമുട്ടുള്ളൂ അല്ലേ ആയിക്കോട്ടെ ശരി ഞങ്ങൾ പോയിക്കോട്ടെ ഉണ്ടാവും ആട്ടൊക്കെ ഇട്ട് പോരാന്നല്ലാതെ ഒരു രക്ഷയില്ല നമ്മളൊന്ന് കൊയങ്ങില്ലല്ലോ ഏകദേശം മേലെത്തിന് മറ്റാണതിരി ഏകദേശം നേരപ്പത്തിന് അപ്പോൾ പിന്നെ കൊയങ്ങി വന്നാൽ ഇരിക്കാനുള്ള ഇരിപ്പിടൊക്കെ ഉണ്ടല്ലേ ഇതൊന്നും ഇരിപ്പിടല്ല കേട്ടോ ഇത് അതിരാണ് 2018 കൊല്ലം 18 ചിലപ്പോൾ നമ്പറാക്കാരല്ലേ അവിടെ ഒക്കെ ഉണ്ടല്ലോ അവിടെയും 18 അപ്പം എന്താവും 18 എന്താണാവും പക്ഷെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം ഞങ്ങളിവിടെ ഏകദേശം ഞങ്ങൾ പകുതിയിലാറെ എത്തിയില്ലേ പകുതിയിലാറെ എത്തിക്കണ് പക്ഷെ ഇവിടെ നിന്നുള്ള കാഴ്ച ഇതായി കാണും ഇതൊക്കെ നല്ല വെളിച്ചുണ്ട് അവിടെ കുറേ വലിയ മരങ്ങളായതുകൊണ്ടും ഇവിടെ കുറേ ഇങ്ങനെ പൊന്തക്കാടുകളാണ് പൊന്തക്കാട് കൂടെ ചെറിയൊരു ഇടവഴി ഫാമിലീസൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ ഇറങ്ങി ഇങ്ങനെ വരുന്നത് അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞേ ഏതായാലും ജാത്തായേ ഫാസ്റ്റ് ഇതിലും 18 ഗായ്സ് കുറച്ചും പാടെ ഒരു 45 നേരത്തെ എത്തി അല്ലേ ഇപ്പൊ ഒരു 47 എത്തിനോ അല്ലേ ഇപ്പൊ ചെറുക്കന് ചിറയൊക്കെ ഇരുന്നു കൊയങ്ങീണെങ്കിലും ചിറയൊക്കെ ഉണ്ട് പക്ഷെ നല്ല കാറ്റൊക്കെ ഉണ്ട് അല്ലേ കാറ്റുണ്ട് കാണാൻ എന്താ മലന്റെ മുകളില് രാവിലെ നല്ല കോട മൂടി കിടക്കണ ഇതൊക്കെയാണെന്നാണ് കുറച്ചുപാടെ നേരത്തെ എത്തണ്ടിനി നമ്മളതിന് നേരം വൈകി നമ്മളിതാ എന്നാലും ഇതിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് കാണാനുള്ള ഇതുണ്ട് രാത്രി വ്യൂ അല്ല കാണുന്നത് ആ മലൻ്റെ മേലാണ്ടോ ലൈറ്റ് ആയിട്ടൊരു പേരുണ്ട് അല്ലേ അതെന്നാ ഇനി മേലേക്ക് പോവാ അപ്പോൾ ഒരു 46 47 എത്തിയപ്പോൾ ഉള്ള വ്യൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും പോകണ്ടല്ലോ ഇനി ഇസ്റ്റിക്കാണല്ലോ പോണത് ഇനി വലിയ മരങ്ങളൊക്കെ താണ്ടിട്ടോ ഇനി പുള്ളി ഇസ്റ്റ് വടി ഒന്നുണ്ടായിക്കോട്ടെ ഇവിടെ നേരിലൊരു വടി പിടിച്ചോ നല്ലതാണ് നായ്ക്കളൊന്നും ഇങ്ങോട്ട് എത്തില്ല തോന്നുന്നു അയ്യോ ഇനി കുറച്ച് കയറ്റം കയറാനാട്ടോ ജന്തുക്കളെ ലൈറ്റിന് ലൈറ്റ് ഉണ്ടല്ലോ എൻ്റെ അടുത്ത് ലൈറ്റ് ഉണ്ടല്ലോ ഇതാണ് ഇത് കാണില്ല ഞാൻ കണ്ണാണില്ല ഇല്ല അത് മതി ഇത് മതി ഇനി ഒരു കയറ്റാണ് അയ്യോ ഞങ്ങള് ആ കയറ്റുന്നാണ് കയറി വരുന്നത് ഇവിടെ ഫുള്ള് കാടാട്ടോ ഇതൊക്കെ നടവഴി ഉണ്ടാക്കിയതാട്ടോ നടന്ന് റെഡിയാക്കിയതൊക്കെ അല്ലേ ഇത് കണ്ടുപിടിച്ച ആൾക്കാർ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയണം ഇത് കൊയങ്ങിട്ട് ആടി കളിച്ച ആരവിടെ കയറിയതെന്ന് അറിയണ്ടേ കണ്ടോ ഇവിടെ ഉണ്ട് അതിരുകൾ പക്ഷേ സംഗതി ഒറ്റക്കൊക്കെ വരുമ്പം പേടിച്ച് തന്നെ വേണം എന്ത് നോക്ക് അടിക്ക് ആ കുത്തനുള്ള കയറ്റം കയറി ഇപ്പം ഏറ്റവും ടോപ്പിക്കുള്ള ഇതാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കണത് ഇതൊന്നും ഇപ്പോൾ ആരും വീഡിയോയിൽ കാണിച്ചില്ലല്ലോ
ഇവിടെ റോഡോ? ഇതി കൂടെ റോഡോ? അതാ പറഞ്ഞു വണ്ടി വരാൻ എന്നോട് പറഞ്ഞില്ലേ. കൂടെയാണ് വരുന്നോ? ആ അവിടെ നിന്നൊന്നും കാണില്ല. ഇവിടെ റോഡിന്റെ മാതിരി കാണുന്നുണ്ട്. ആ വയ്യായില്ല തന്നെ അതിൽ കാണില്ലല്ലോ. ഇവിടെ റോഡിന്റെ മാതിരി അല്ലേ, നല്ല സ്പേസ് ഉള്ള സ്ഥലം. പക്ഷെ എന്നാലും ഇഷ്ടന്നെ. കേറിക്കോ. ഏതോ നിന്നും കൊള്ളണ്ടില്ല, എല്ലാവരും രക്ഷയില്ല. എൻ്റെ പ്രശ്നമില്ല, ഞാൻ വെള്ളത്തിൽ മുക്കിനി. ഞാൻ ടൂർ പോയപ്പോൾ വെള്ളത്തിൽ മുക്കിയ വാട്ടർ പ്രൂഫല്ലേ. കണ്ണട വീഡിയോക്ക് മാണ്ടി വെക്കാണ്, ഫ്ലാഷ് ലൈറ്റ് കുത്തിയിട്ട്. ഞങ്ങൾക്ക് സംഗതി കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ 48-ലെത്തിയതുകൊണ്ട് ആ കയറ്റം ഞങ്ങൾ കാണിച്ചു തരാം. ഓ രക്ഷയില്ല ആ ഒരു കയറ്റം. അടിക്ക് ഇറങ്ങിയാലും നേരേക്ക് ഇറങ്ങിയാലും ഏതായാലും നിങ്ങളെ കാണിക്കും. ആ കയറ്റം അയ്യോ കണ്ടോ നിങ്ങൾ, കൂത്തനെ കയറ്റം. കയറി കയറി നിൽക്കല്ലേ, കയറി നല്ല പിടിച്ച് കയറി. കേട്ടോ ചെക്കന്മാരവിടെ നിന്ന് വരുന്നേ. ഇപ്പം എത്ര കുത്തനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. മഴ പെയ്തു. മഴതാ നനയാടാ. അവിടെ സ്ഥലമുണ്ടോ കയറിക്കാം? ആരും ഉണ്ടായിരുന്നു. ആ വൺ വേണില്ലേ, വൺ വേണ അറിയാം. കൊടക്ക് ആവശ്യം ഉണ്ടാവില്ലല്ലോ. മണ്ടലി നടന്നു പോയാ മതി. ഈ കവറുണ്ടല്ലോ ഒന്നിങ്ങനെ കുത്തി നോക്കി, ഇങ്ങനെ കുത്തി നോക്കി. ഇറക്കിറങ്ങുമ്പോഴേ ആ അതാണ് മറ്റേ നടക്കാൻ കഴിയില്ല. ആ ഇറക്കിറങ്ങുമ്പോഴേ സ്റ്റെപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ ഇത് കണ്ടുപിടിച്ച ആൾക്കാരല്ലേ. മഴ ചെയ്താലേ നല്ല വൾക്കും, ഒരു രക്ഷയുണ്ടാവില്ല. ഇവിടെ ഇറങ്ങുന്ന മേത്തും മടിക്ക്. ആ അപ്പൊ കൊച്ചി എത്തി. അല്ല ഇപ്പൊ നമ്മള് 50-ലെത്തിയില്ലേ? 50-ലെത്തിയിട്ടുള്ളൂ. എന്നാ ഇവിടെ ഇല്ല നമുക്ക് അങ്ങ് ഇവിടെ എക്കാലോ. ഇവിടെ സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ സ്പേസ് ഉണ്ട്. ഇപ്പൊ 50-ലെത്തിയില്ലേ? അല്ലേ ഇതേ ഇത് മാറുന്നേ. ഇവിടെ മഴ ചെയ്തോണ്ട് ആരല്ല നോക്കാം. ഇത് ആരാണ്? അല്ലല്ലോ ഇവിടെ നല്ല സ്പേസ് ഉള്ള പറയണം. എന്താന്നോ ഇവിടെ എത്തിയ സന്തോഷാണ് അല്ലേ? സന്തോഷല്ലേ? ആ ഇത് മറ്റേ പോയാന്ന് പോയാലടി. അതിന് ദ്വീപുണ്ടോ? ദ്വീപ് ഇല്ല, ഇവിടെ സ്പേസ് ഉണ്ട്. അതാണ് കാണണേ. അതെന്താ വീഴൂലേ? അടിപൊളി വീ. ഞാൻ നമ്മളൊന്നൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഒരു കാര്യം നമ്മൾ പറഞ്ഞുതരാം. ഇതാ നമ്മൾ എത്തി കാണിച്ചും പറഞ്ഞാൽ കാണിച്ചും, പക്ഷെ അത്ര കയറ്റം കയറി വന്നാലും ഇത്ര അടിപൊളി വിഷ്വൽ കാണാം. അതുള്ളൂ. അതാണ് റിസ്ക് എടുത്താൽ വിജയം ഉണ്ടാവും. അതാണ് അപ്പോൾ നമ്മൾ റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്കും വേണ്ടിയിട്ട് കണ്ടെങ്കിൽ ആ ഫുള്ള് ലേറ്റാണതാ. ഈ കാണുന്ന താഴ്ചതാ, അത് താഴ്ച അവിടെ നിങ്ങൾക്ക് ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. കണ്ടെങ്കിൽ ലൈറ്റ് മിന്നി കത്തിന് അവിടെ താഴെക്കൂടെ ആൾക്കാർ പോകും.
ഇതിലൂടെ ഇറങ്ങിയിട്ട് താഴെക്കൂടെ അവിടെ എത്തണം നമ്മൾ ലാസ്റ്റ്. അപ്പം അത്രയും കയറാണ്ട്. പക്ഷെ കയറിയാൽ അടിപൊളി. എത്ര അടിയാലും ഇത് അത്രയും കൂട്ടമാണ്. ഇനി ഇവിടെ അടിപൊളി ഒരു പാറ ഇവിടെ നിന്നുള്ള ഇഷ്ടമാട്ടത് അല്ലേ. ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ആ പാറ ഇനിയും പാറകളുണ്ടല്ലേ, പാറ തന്നെ ഉള്ളൂ ഇവിടെ നടക്കണ്ട്. കയറിക്കൂടെ അങ്ങോട്ട് അല്ലോ ഒരു തടസ്സമുള്ളതുകൊണ്ട് പോട്ടെ. ഇതാ അവിടെ നിന്ന് താഴ്ന്ന് കണ്ട ആ പറ അല്ലേ. ഈ പേട് നല്ല വിഷയം കേട്ടോ. വളിക്കാൽ താഴേക്കണെത്തും. ഇഞ്ഞോ മേലേക്ക് കയറിയേക്കാം. നീ ഇതിൽ കൂടെ ആയിക്കൂടെ കയറാൻ ചോ. ഹലോ അതിണ്ടോ പാറ പൊട്ടിച്ചാലോ. അയ്യോ എന്താ കുറുക്കന്മാരേതായാലും ഇല്ല. അങ്ങോട്ട് നോക്കുക എന്തൊക്കെയാണ് ഇവിടെ നോക്കുക. ഇനിയും മേലക്കോ അടച്ചോൻ. അപ്പോൾ അവിടുന്ന് വീണ്ടും മേലേക്ക് വാ. ഫ്രണ്ടിലോട്ട് ഇടുന്നൊക്കെ ഇത് വെളിച്ചില്ല. ആയിക്കൂടെ താഴെക്കൂടെ നടക്കണം. വേണ്ട വേണ്ട ഇത് ഫ്രണ്ടിലിടുന്നാൽ മതി. നമുക്ക് വെളിച്ചം കിട്ടൂലേ. അപ്പോൾ വീണ്ടും അന്ന് മുള്ളാണ് കുളത്തല്ലേ. നോക്കി സാധാരണ പോയാ നീ. ആ ഇവിടെ പേടിച്ചെന്നെ വേണം. കൂരിട്ട് 2 പേര് മന്ദം അല്ലേ. ഓ ഈ സമയത്തും ഫാമിലിയൊക്കെ ഇറങ്ങി പോവാണ്. സമ്മതിക്കണം. എന്ത് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കുക തന്നെ വേണ്ടത്. ഇതാരോ ഇങ്ങോട്ട് ഈ സ്ഥലത്തുള്ള ആള് കയറി വന്നാ തോന്നുന്നു അല്ലേ. ഇനി ഇവിടേക്ക് റോഡും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇവിടെ ഇതൊക്കെ വരുന്നുണ്ട്, റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പറഞ്ഞില്ലേ. അത് ഏത് ഭാഗത്താണോ അല്ലേ. അപ്പോൾ സാവുമാടെ കാണിച്ചു തരാം. അപ്പോൾ അവിടെ പറമ്പെന്ന് നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ ഈ കാട്ടുകൂടെ നടന്നു തരാൻ റിസോർട്ടും കാര്യങ്ങളും ടെൻ്റൊക്കെ അടിച്ചു കാണ്ട് നിൽക്കാൻ പറ്റിയ സ്പേസൊക്കെ ഉണ്ട് ഇത് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെ മേലേക്ക് കയറിയൊക്കെ ഉണ്ടാക്കുക. അയ്യോ നല്ല കതക്കണ സൗണ്ട് നിങ്ങൾ കേൾക്കണ്ടോ. കാരണം വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചു. കയറിക്കോ. സുഖം കണക്കാക്കിയാണ്ട് ഇവിടെ പതിട്ടാണ് ആന കയറിയതാണ്. ആന കയറാം മാമലത്തിൻ. ചളിയുണ്ട് ചളിയുണ്ട് ശ്രദ്ധിക്കുക. വൈദ്യാണ് വീണ് കഴിഞ്ഞാൽ അതിരി തായ്ക്കണത്ത് ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ അതിനാ സൂക്ഷിക്കുക. ഇതേ നടക്ക് വെളിച്ചം വേണ്ടേ. എന്നാ വിചാരിച്ചോ ഞാൻ എന്നാ ഉണ്ടോ. ആ അപ്പോൾ നമ്മൾ ക്യാമറ ഏതായാലും നമ്മൾ ഓഫാക്കണില്ല. ഫ്ലാഷ് വെളിച്ചടിക്കണം എന്തേ. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളും വേണം കണ്ടോളി. ഇത്രയും റിസ്ക് ഉണ്ടെന്നുള്ളത് ആരാത് കണ്ടുപിടിച്ചതെന്ന്. കേറിയപ്പം അല്ലേ കേറുന്ന റിസ്ക് ഉള്ളു. പക്ഷെ കേറി കഴിഞ്ഞാൽ കാഴ്ച ഉണ്ട്. എന്നാലിത് ആരാ കണ്ടുപിടിച്ചത്? ആരെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അടിയിട്ടോ ആരാടാ അത് കണ്ടുപിടിച്ചതെന്ന്. ആയി അടിപൊളി വീട് അടിപൊളിയില്ലേ. നല്ല ഫോട്ടത്തിനൊക്കെ പറ്റിയ ഒരു മരം ഇവിടെ വീടുമാണ്. അതിനെങ്ങനെ ഒരു ഗേറ്റ് പോലെ ആക്കി അവിടെ നടന്നോ. ആണെങ്കിൽ
അടിപൊളി വ്യൂ ആണ്. ഉള്ളാണെന്നുള്ളു, പക്ഷേ പൊന്നില്ല, അവിടെ നിൽക്കല്ലേ, വാ നിൽക്കാൻ പാടില്ല. പക്ഷേ ഇതിങ്ങനെ വെളിച്ചം ഇങ്ങനെ അടിക്കണം തിരക്ക് ആണോ, നമ്മൾ തന്നെ ഉള്ളതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെയും വന്നേരോ, ഏതായാലും 50-ലെത്തിയിട്ട് നമ്മൾ 55-56 നമ്മൾ അല്ലേ. 56-ലെത്തുമ്പോൾ വീണ്ടും ഒരു മല, പാറ, മലല്ല പാറ. 56, 56. ആനയാണോ ആമയാണോ വെച്ചില്ലേ, അതന്നെ ആനയാണോ ആമയാണോ. എന്നോട് പുള്ള് പാറായതുകൊണ്ടേ ഇല്ലേ അറിയില്ല. യോ ഇവിടെ എൻ്റെ അല്ല, ഇവിടെ എങ്ങനെയൊക്കെയാന്ന് ഇപ്പോൾ ഇതുണ്ടാക്കിയാൽ തന്നെ അറിയുള്ളൂ. അടിക്ക് ചാടും അവിടെ കിട്ടോ. ആ അല്ല, ഇതിലെ വഴി ഉണ്ട് ഒരു അടിക്ക് നോക്കണേ. അവിടെ വലിയ 2 പാറ. ആ മഴ എന്തായാലും നിൽക്കാനുള്ള, പക്ഷെ നല്ല നല്ല രസമുണ്ട് ഇവിടെയൊക്കെ. എന്താ രസം, ഒരു ഗുഹ പോലെ. ഇന്ന് പോട്ടെടുക്കാം, പക്ഷെ നമുക്കിപ്പോൾ നല്ലൊരു വെളിച്ചം ഉണ്ടാവും എന്നാലും, പക്ഷെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതവിടെ നിന്ന് നോക്കാം, നല്ല അടിപൊളിയാണ്. എനിക്കിവിടെ നല്ല രാവിലെ കാണാം. നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് തരാം. കോട മൂടി, അല്ലോ കോട മൂടി, എത്ര എളുപ്പം കോട മൂടി. ഇങ്ങനെ പോകണ്ട കേട്ടോ, ഇങ്ങനെ പോയാൽ കാഴ്ച കാണില്ല. ഇപ്പൊ ഒന്നും കാണുന്നില്ല. അയക്ക വരും, ലൈറ്റ് ഓഫാക്കിക്കോ, ഓണാക്കിക്കോ. കോട മൂടി, കോട മൂടി എന്നാൽ കോട മൂടി, ഫുള്ള് കോട മൂടി. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നുള്ള വിഷ്വൽ നമുക്ക് കാണൂല. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. റിസ്ക്കാണ്, റിസ്ക്. ഇനി അത്ര റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. ലൈറ്റ് അടിച്ചാലോ, അതാ കോട തെരുക്ക് കാണണ്ടേ, കോട മൂടി കണ്ടോ, ഒന്നും കാണില്ല നിങ്ങൾ. അപ്പം എത്ര പെട്ടെന്ന് കോട മൂടി വന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങാണ്. ഇനി നമുക്ക് വഴി കാണാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങാണ്. അപ്പോൾ താഴെത്തിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ താഴത്തെത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വണ്ടികൾ ഇവിടെ ഒക്കെ പാർക്ക് ചെയ്തു കേട്ടോ, ബൈക്ക്. പിന്നെ അതിൽ ആ റൂട്ടിന് ഇങ്ങനെ പോവാം. ആ റോഡ് നിങ്ങൾ കണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ റോഡ് പോവാം. അപ്പോൾ അവിടെ റിസോർട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പറഞ്ഞ് കേട്ട് നമ്മൾ കുറേ ആൾക്കാരോട് ചോദിച്ചപ്പം റിസോർട്ട്, പിന്നെ താഴത്തെ നമ്മൾ കണ്ടിന് ഒരു റിസോർട്ടും പണി ഏകദേശമൊക്കെ കഴിഞ്ഞ റിസോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ കോടം മൂടിയോണ്ട് നമ്മൾ പിന്നെ ഇറങ്ങിപ്പോന്നു. കണ്ണാണാത്തതുകൊണ്ട് താഴത്തേക്ക് എത്തിയപ്പോൾ കോടം പോവുകയും ചെയ്തു. അപ്പോൾ ഇതോടെ ലൊക്കേഷൻ കറക്റ്റ് ഗൂഗിൾ മാപ്പിൽ അടിക്കുക, ആമസോൺ വ്യൂ പോയിൻ്റ് ചാത്തല്ലൂർ. അപ്പോൾ നമ്മളിനി ഈ ഭാഗത്തു കൂടെ മഞ്ചേരി വഴി വരുന്നവർക്ക്, കാവന്നൂർ വഴി വരുന്നവർക്ക് ഇതിൽ കൂടെ ഒന്നും നമ്മൾ പറഞ്ഞില്ല. പിന്നെ എവിടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ആമസോൺ വ്യൂ പോയിൻ്റ് ചാത്തല്ലൂർ അടിച്ചാൽ ഏകദേശം ഇതിൻ്റെ താഴത്ത് വന്നാൽ നിൽക്കും. പിന്നെ ആ കോൺക്രീറ്റ് റോഡ് നേരെ കയറി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം അടിച്ച് പൊട്ടിച്ച കൂടെ നിൽക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ. ആ കാഴ്ച ഇതാണ്, ഒറ്റയ്ക്ക് വന്നുള്ള അവസ്ഥ. പണ്ടങ്ങൾ പാട്ട് പേടിച്ചിട്ട് പാട്ട് പാടി പോവാ. അങ്ങനെ പാട്ടും പാടിക്ക് വന്നപ്പോഴേ കമ്പനിയായിട്ട് വരികയാണ് ഇതിന്. അപ്പോൾ പേടിച്ചിട്ട് പാട്ടും പാടി വേണം ഒരുത്തര്.